അതായത് കേരളത്തിൽ മെസ്സി വരും അർജന്റീന വരും എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണം നടത്തി. ഒന്ന് കേരളത്തിലൊരു സ്വകാര്യ ദൃശ്യമാധ്യമ ചാനൽ ഉടമ ആന്റോ അഗസ്റ്റിൻ, മറ്റൊന്ന് കേരളത്തിന്റെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. ഇവരുടെ നേതൃത്വത്തിലായിരുന്നു വലിയ പ്രചരണം. ഇപ്പം സ്ഥിരീകരിച്ചു എന്തായാലും മെസ്സി കേരളത്തിലേക്കില്ല. അപ്പോൾ ഇത് എന്തായിരുന്നു ഇത്തരത്തിലൊരു കള്ളപ്രചരണം നടത്തി കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ കബളിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിന്റെ പിന്നിൽ? അല്ല, ഈ മെസ്സി വരുമോ ഇല്ലയോ, മോഹൻലാൽ വരും, മോഹൻലാൽ വന്നില്ല, ജോഷി ചതിച്ചു എന്നൊക്കെ പറയുന്ന ഒരു സിനിമ പണ്ടേ വന്നിട്ടുണ്ടല്ലോ. കോട്ടയം കുഞ്ഞച്ചൽ ആ സീന് പണ്ടേ ആര് വിട്ടതാണ്, മമ്മൂട്ടി ആ സീന് വിട്ടതാണ്. അതിനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോ മെസ്സി വരുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ള വലിയ, അത് യഥാർത്ഥത്തിൽ അന്ന് ആളുകൾ സംശയിച്ച പോലെ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി കള്ളം പറയുന്ന ഒരാളെ ഞാൻ ഈ കാര്യത്തിലാണ് കണ്ടത്. കാര്യം നവംബറിൽ മെസ്സി വരില്ല എന്ന് വളരെ കൃത്യമായി കഴിഞ്ഞ 2 ആഴ്ച മുമ്പേ തന്നെ ആ മാധ്യമത്തിന്, അതായത് അർജന്റീനയിലുള്ള പ്രധാനപ്പെട്ട മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത സമയത്ത് അവിടുത്തെ ചില സ്പോർട്സ് ലേഖകരോട്, അതുപോലെ തന്നെ അർജന്റീനൻ ടീമിന്റെ ചില ആളുകളോടൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടിയിരുന്ന വിവരം എന്ന് പറയുന്നത് നവംബറിൽ കളി നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ 2 ആഴ്ച, അതായത് 2 ആഴ്ചക്ക് ശേഷവും ഈ കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, അതെ മെസ്സി വരും. കലൂരില് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ ഈ സ്റ്റേഡിയത്തിന്റെ പണി വല്ലാത്ത രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 80 കോടി രൂപ മുടക്കിയിട്ടാണ് 70 കോടി രൂപ മുടക്കിയിട്ടാണ് അതിന്റെ പണികൾ നടക്കുന്നത്. പക്ഷെ അത് സത്യമാണ്. 70 കോടിക്ക് എന്തിനാ മുടക്കുന്നതെന്ന് മനസ്സിലായില്ല. അല്ല, അത് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. പക്ഷെ ഞാൻ ഇന്നലെ ആ സ്റ്റേഡിയത്തിന്റെ പരിസര പ്രദേശത്ത് പോയ സമയത്ത് മനസ്സിലായ കാര്യം, പണി നടക്കുന്നുണ്ട്. സ്റ്റേഡിയത്തിൽ കൃത്യമായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട്. 25-ാം തീയതി മുതൽ അവിടുത്തെ സ്ഥാപനങ്ങൾ കുറച്ച് ദിവസം അടച്ചിടണം എന്ന് പറയുന്ന ഒരു അറിയിപ്പ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ട് എന്ന് പറയുന്നത് കേട്ടു. ഇനി അതിൽ എത്രമാത്രം യാഥാർത്ഥ്യമുണ്ട് എന്നുള്ള കാര്യം അറിയില്ല. പക്ഷേ ഇവിടെ ഞാൻ ആന്റോ അഗസ്റ്റിനെ തൽക്കാലത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുന്നു. കാരണം അത് നമുക്ക് പറയാം. അതിനു മുമ്പ് ഈ സ്പോർട്സ് വകുപ്പ് മന്ത്രി അബ്ദുറഹ്മാൻ, എന്തൊരു അഹങ്കാരമാണ് മന്ത്രിക്ക്. ഇമാതിരി അഹങ്കാരമുള്ള ഒരു മന്ത്രി കേരളത്തിലുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം മറ്റുള്ള എല്ലാ മന്ത്രിമാരെയും വെച്ച് നോക്കുമ്പോൾ ഇയാൾക്ക് എന്തോ കൊമ്പുണ്ട് എന്ന ധാരണയിലാണ് ഈ മന്ത്രിയുടെ എല്ലാ പെരുമാറ്റങ്ങളും, സംസാരങ്ങളും. പണത്തിന്റെ തീർച്ചയായിട്ടും. മാത്രവുമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ മെസ്സി വരുമോ എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ ചോദിച്ച സമയത്ത് മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നു, മാധ്യമങ്ങളോട് മറുപടി പറയാൻ എനിക്ക് സൗകര്യമില്ല എന്ന് പറയുന്നു. പലതരത്തിലുള്ള കാര്യങ്ങൾ ഇയാൾ തുടർന്നു. അന്ന് വലിയ വിമർശനം ഉന്നയിക്കപ്പെട്ടതാണ്. കാരണം ഇടതുപക്ഷത്തിന്റെ മന്ത്രിയാണ്. ഇത് വേറെ ഏതെങ്കിലും ആൾക്കാരാണെങ്കിൽ അതിനെ നിശ്ചിതമായി വിമർശിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷത്തെ ആളുകൾ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് ഈ അബ്ദുറഹ്മാനെ കണ്ട മാധ്യമ പ്രവർത്തകർ, എനിക്ക് തോന്നുന്നു 24-ന്റെ റിപ്പോർട്ടർ, എന്റെ സുഹൃത്തു കൂടിയാണ് അദ്ദേഹം, അബ്ദുറഹ്മാനോട് കാര്യം ചോദിച്ച സമയത്ത് പറഞ്ഞത്, നീ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഇരിക്കുകയല്ല ഞാൻ, പ്രത്യേകിച്ച് 24-നോടാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു റെട്ടറിക്കോടാണ് 24-നോടാണ് പറയുന്നത്. നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി വെക്കണം. കാരണം ഈ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് മന്ത്രിയായിട്ടിരിക്കുന്ന ഒരാൾ ജനങ്ങളുടെ ഒരു വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ സംസാരിക്കുമ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കേണ്ടത് നിർബന്ധമാണ്. അയാൾ ബീഡി കമ്പനിയിലെ, അയാളെ സ്വന്തം ബീഡി കമ്പനി ഉണ്ട്, അതിലെ തൊഴിലാളികളോട് പെരുമാറുന്ന പോലെ നാട്ടുകാരോട് പെരുമാറിയാൽ പ്രതികരണം ചിലപ്പോൾ വേറെ. തീർച്ചയായിട്ടും. കാരണം മാധ്യമങ്ങൾ എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ 4-ാം തൂണാണ്. അവർ ഒരു പരിധി വിട്ടുകൊണ്ട് മന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ ഹരാസ് ചെയ്യുകയോ മോശമായിട്ട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുകയോ അല്ലെങ്കിൽ പ്രൊവോക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. പക്ഷെ ഒരു പ്രൊവോക്കും ഇല്ല. ചോദിച്ചത് എന്താണെന്നറിയോ, ഈ പറയുന്ന പോലെ മെസ്സി വരുമെന്ന് മന്ത്രിയും പറഞ്ഞിരുന്നല്ലോ, എന്തുകൊണ്ടാണ് ഇത് വരാതിരുന്നതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ച സമയത്താണ് ഇയാൾ പൊട്ടിത്തെറിക്കുന്നത്. അത് മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞു, കേരളത്തിലെ ചില ആളുകൾ മെയിൽ അയച്ച് മുടക്കിയതാ മെസ്സിനെ. അല്ല, ഞാനൊരു കാര്യം പറയട്ടെ. ഈ അർജന്റീനയും അതുപോലെ തന്നെ ഫിഫയും അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷൻ AFA ഒക്കെ എന്താണ്, ഏതെങ്കിലും ഒരു മെയിൽ കണ്ടിട്ട് പോകാതിരിക്കുന്ന ആളുകളാണോ ഇവരുടെ ധാരണ? അല്ല, ഞാൻ വീണ്ടും പറയണേ, കാരണം ഈ നേതാക്കന്മാർക്ക് ഈ സൈബർ സഖാക്കൾ പറയുന്ന ചെറിയ ഈ ന്യായീകരണങ്ങളുണ്ടല്ലോ, ഒരിക്കലും ആരും വിശ്വസിക്കാത്ത തരത്തിലുള്ള ക്യാപ്സ്യൂളുകളുണ്ട്. അത് മന്ത്രിമാരും ഇവരുടെ നേതാക്കന്മാരും ഒക്കെ പറയുമെന്ന് പറയുന്നത് എത്രമാത്രം മോശമാണ്. അല്ല, ഞാൻ സ്വാഭാവികമായി തന്നെ പറയാം, നമ്മൾ ആക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെ ഇങ്ങനെ മണ്ടത്തരം പറയുക എന്ന് പറയുന്നത് നിലവാര തകർച്ച അല്ലേ? തീർച്ചയായിട്ടും നിലവാര തകർച്ചയാണ്. അപ്പോ ആ കാര്യത്തിൽ മന്ത്രി അബ്ദുറഹ്മാൻ എന്താണ്, ഇതിൽ നിന്ന് കൈ കഴുകുന്ന ഒരു അവസ്ഥയിലാണ് കാര്യങ്ങൾ. ഞങ്ങൾ മാക്സിമം ശ്രമിച്ചു, പക്ഷെ വന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ആന്റോ അഗസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരാം. ആന്റോ അഗസ്റ്റിൻ ഈ കാര്യത്തിൽ എന്താണ് ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഞാൻ സമ്മതിക്കുന്നു. കാര്യം മെസ്സി വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. അത്തരത്തിലൊരു ചിന്തയെങ്കിലും മലയാളികൾക്ക്
മുമ്പിൽ കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. മെസ്സി വരുമോ ഇല്ലയോ എന്ന്, അതായത് ഇവിടെ കലൂരെത്തി മെസ്സി കളിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എഫ് ആയിട്ട് ബന്ധപ്പെട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തൊക്കെയോ ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. ആ ശ്രമങ്ങളെ എന്തായാലും തള്ളി പറയാൻ പറ്റില്ല. കാരണം അത് നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരാൾ ഒരു വലിയ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടി അവർ ഇറങ്ങി പുറപ്പെടുമ്പോൾ അതിൻ്റെതായ ഒരു അഭിനന്ദനം അവർ അർഹിക്കുന്നുണ്ട്. പക്ഷെ അതിലെവിടെയാണ് പ്രശ്നം വന്നത് ജനങ്ങളെ പറ്റിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. കാരണം നവംബറിൽ മെസ്സി വരും എന്ന് എന്തിനാണ് ഇവർ പറഞ്ഞ കാര്യം എന്താ? കാരണം വരില്ല എന്ന് കൃത്യമായി അറിഞ്ഞിട്ട് പോലും ഈ കഴിഞ്ഞ ഒരാഴ്ചക്കപ്പുറവും ആൻഡോ അഗസ്റ്റിൻ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കീഴിലുള്ള ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് മെസ്സി വരും എന്നുള്ളതായിരുന്നു. നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പറഞ്ഞു അതിന്റെ വെബ്സൈറ്റിൽ നിന്ന്, അതായത് എഫ്ഐയുടെ വെബ്സൈറ്റിൽ നിന്ന് കളി മാറിയിട്ടുണ്ട്, ഷെഡ്യൂൾ മാറിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്കൻ പര്യടനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും കളി നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് അവിടെ ഇരുന്നു കൊണ്ട് ചർച്ച ചെയ്യുകയാണ്. കാരണം ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ അവിടെ പോയി സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളല്ലേ പോയി തീരുമാനിച്ചത്, ഞങ്ങൾ ഇന്ത്യയിൽ മുംബൈയിൽ പോയിട്ട് വീണ്ടും കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ എന്താ പറയാ? ജനങ്ങൾ വിശ്വസിക്കുന്നത് ഇത് വരും എന്നുള്ള നിലയിലാണല്ലോ. ഇനി ഗൾഫിൽ നിന്ന് ലീവൊക്കെ അപേക്ഷിച്ച ആൾക്കാരുണ്ട് നവംബറിലേക്ക് മെസ്സിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ തരത്തിലുള്ള ആൾക്കാരെ മൊത്തം പറ്റിക്കുന്ന രീതിയിലേക്കാണ് ഇവർ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പം ഏറ്റവും ഒടുവിൽ നവംബർ മാസം തുടങ്ങാൻ 4 ദിവസം മാത്രം ബാക്കി നിൽക്കുന്ന സമയത്താണ് എന്ത് പറയുന്നത്, നവംബറിൽ വരില്ല എന്ന് പറയുന്നത് എന്താണെന്നറിയോ? അടുത്ത വിൻഡോയിൽ വരും. അതായത് അടുത്ത വിൻഡോ എന്ന് പറയുന്നത് മാർച്ചിൽ വരും. ഉടനെ തന്നെ അവർ എന്ത് ചെയ്യും? ഇത് പത്രക്കുറിപ്പ് പുറത്തിറക്കും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യം AFA പുറത്തിറക്കും എന്നാണ് പറയുന്നത്. നിമിഷമായിട്ട് പുറത്തിറങ്ങിയിട്ടില്ല. ഇനി എപ്പോഴാണ് അത് പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാം. കാരണം അവരുടെ ഷെഡ്യൂളിൽ അവർ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാം വരും എന്നുള്ളത്. പക്ഷേ ഇന്ന് ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി മെമ്പർമാരായിട്ടുള്ള ചില ആളുകൾ നടത്തുന്ന ചില പ്രതികരണങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർച്ചിലും ഇവിടെ കളി നടക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ തന്നെ പറയുന്നത്. അതിന്റെ പിന്നിൽ എന്തായിരിക്കും കാര്യം? കലൂർ സ്റ്റേഡിയം പോലത്തെ ഒരു സ്റ്റേഡിയം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. ഒരു അന്തർദേശീയ കളി ഇവിടെ വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് അർജന്റീന പോലെയുള്ള ടീമുകൾ ലോകകപ്പ് കളിക്കുന്ന നിലവാരത്തിലുള്ള ഗ്രൗണ്ടുകളിൽ മാത്രമാണ് കളിക്കുക. അതിൽ മാത്രമല്ല ഫിഫയുടെ നമ്പർ 1 A ഗ്രേഡ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഫസ്റ്റ് ഗ്രേഡ് കളിക്കളത്തിൽ മാത്രമാണ് അവർക്ക് കളിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫിഫയുടെ ആ ഒരു ടെക്നിക്കൽ ഒരു സാങ്കേതികത്വം ഉണ്ടല്ലോ, അതിന് നമ്മുടെ കല്ലൂർ സ്റ്റേഡിയത്തിന് കിട്ടണമെങ്കിൽ തന്നെ എത്രത്തോളം കാര്യമുണ്ട് ടെക്നിക്കൽ മുഴുവൻ കിട്ടിയ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ കല്ലൂർ സ്റ്റേഡിയം എത്ര മോടി പിടിപ്പിച്ചാലും മാറുമോ? ഇനി നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ വരെ അവര് നോട്ട് ചെയ്യും. ആ നോട്ട് ചെയ്തിട്ട് ഫിഫ കൃത്യമായിട്ട് പെർമിഷൻ കൊടുത്താൽ മാത്രമാണ് കളി നടക്കുള്ളൂ. അപ്പൊ അത് ഫിഫയ്ക്ക് വരെ സംശയകരമായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. അപ്പൊ മാർച്ച് മാസവും കളി നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും ആളുകളെ ദയവായി പറ്റിക്കാതിരിക്കുക. അവർ ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ ശ്രമം നടത്തിക്കോട്ടെ. പക്ഷെ അത് പൂർണ്ണമായിട്ടും ഉറപ്പിച്ച് ഫിഫയുടെ അംഗീകാരം കിട്ടി, ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ജനങ്ങളെ അറിയിക്കുന്നതായിരുന്നില്ലേ നല്ലത്? അപ്പോ ആരെങ്കിലും ഈ പറയുന്ന പോലെ ഇവരെ കുറ്റം പറയുമായിരുന്നു, അവരെ ഏതെങ്കിലും തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുമായിരുന്നു. പക്ഷെ ഇതിലൊരു ദുഷ്ടലാക്കം കൂടിയുണ്ട്. പിന്നെ നിതിനെ എന്താണെന്നറിയോ? ദുഷ്ടലാക്ക് എന്ന് പറയുന്നത് ഈ മെസ്സിയെ കൊണ്ടുവന്ന് അതിന്റെ ഉത്തരവാദിത്തം മൊത്തം അങ്ങ് ഏറ്റെടുത്ത് സർക്കാരിന് എന്തോ വലിയ സംഭവമായി അത് തെരഞ്ഞെടുപ്പിലൂടെ അങ്ങ് കുറച്ച് വോട്ടാക്കി മാറ്റാം എന്നുള്ള ഒരു കുതന്ത്രമാണ് ഇവരുടെ ഒരു അബ്ദുറഹ്മാന്റെ ഉള്ളിൽ പൂർണ്ണമായും വോട്ട് തന്നെയാണ്. മാത്രമല്ല ഈ പറയുന്ന പോലെ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇത് വരുമ്പോ, അതായത് മെസ്സിയെ പോലുള്ള ആൾക്കാർ വരുമ്പോൾ ഇതിന് എത്രമാത്രം സ്പോൺസർമാർ വരുന്നുള്ളത് നമുക്കറിയാം. മെയിൻ സ്പോൺസർ ആണ് ഈ പറയുന്ന ആൻഡോ എങ്കിൽ കൂടിയും അവർക്ക് സബ് കോൺട്രാക്ട് മുതൽ എത്രയോ അധികം അവർക്ക് സ്പോൺസർമാർ വരും പല കാര്യങ്ങൾക്ക്. അപ്പൊ ആ പൈസ എല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കാത്ത പൈസ അവർക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ പുറകിൽ മറ്റു പല ആളുകളും ഉണ്ട്. തൽക്കാലം അവരുടെ പേരുകളൊന്നും പറയേണ്ട കാര്യമില്ല. എന്നാലും സംസ്ഥാന സർക്കാർ ഈ ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിലേക്ക് മറ്റൊരാളോടൊപ്പം ചേർന്നുകൊണ്ട് കളിച്ച വ്യക്തിയോടൊപ്പം ചേർന്നുകൊണ്ട് കളിച്ച കളി മോശമാണ്. അതിനെ ന്യായീകരിക്കാൻ കുറെ സൈബർ സഖാക്കൾ ഇറങ്ങിയിരുന്നു. അവരൊക്കെ മാളത്തിൽ പോയി വിളിക്കുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. പിന്നെ ഇനി അടുത്ത മാർച്ചിലേക്ക് കളി കൊണ്ടുവരേണ്ട കാരണം എന്താണെന്നറിയോ? ആ സമയത്താണ് തെരഞ്ഞെടുപ്പ്. അപ്പൊ ആ മാർച്ചിൽ കളി കൊണ്ടുവന്ന ഈ ആവേശത്തിൽ വീണ്ടും ജയിക്കാമെന്നുള്ള നിലപാടാണ് ഇവർ എടുക്കുന്നതെങ്കിൽ അതും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ജനങ്ങൾ ഇതൊക്കെ തിരിച്ചറിയുന്നുണ്ട്. സത്യസന്ധമായ കാര്യങ്ങൾക്ക് മാത്രമാണ് വിജയം ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എങ്കിലും അവർ എടുക്കുന്ന എഫേർട്ടിന് നമ്മൾ ഒരിക്കലും കുറ്റം പറയുന്നില്ല. പക്ഷെ പറ്റിക്കുന്ന, അതായത് കള്ളക്കളി കളിക്കുന്ന മെസ്സി വരുന്നുണ്ടെങ്കിൽ വരും, ഇല്ലെങ്കിൽ മെസ്സിക്ക് വരാൻ തയ്യാറല്ല, ജനങ്ങളോട് പറഞ്ഞാൽ മതി. അവിടെ പ്രശ്നം തീർന്നു. ഇത് ഇന്ന് വരും, നാളെ വരും. കാരണം മെസ്സിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം, ഏതോ ട്രോൾ കണ്ടി മലപ്പുറത്തെ ഫുട്ബോൾ പ്രേമികൾ, കേരളത്തിന്റെ ഫുട്ബോളിന്റെ ഒരു ഈറ്റിൽ എന്നൊക്കെ നമുക്ക് മലപ്പുറത്തിന് വേണ്ടി അവിടുന്ന് വീട് സ്ഥലം വിറ്റിട്ട് വരെ മെസ്സിനെ കാണാൻ ആളുകൾ വരും.
ഈ ആളുകളാണ് സർക്കാരിന്റെ കണ്ണിൽ. കാരണം ഇവരെ വോട്ട് പെട്ടിയിലാക്കാം, മെസ്സിനെ കാണിച്ചു കൊടുത്ത് ഇവരെ വോട്ട് പെട്ടിയിലാക്കാം. പിന്നെ കുറെ സാമ്പത്തിക താല്പര്യം. എന്തായാലും ജനങ്ങളെ ഒരു സ്വകാര്യ വ്യക്തിയോട് ചേർന്ന് നിന്ന് ജനങ്ങളെ പറ്റിക്കാനുള്ള സർക്കാരിന്റെ ഒരു നെറികെട്ട നീക്കമാണ് ഇവിടെ പൊളിഞ്ഞു വീണത്. ഇനിയിപ്പം മാർച്ചിലെ പേര് പറഞ്ഞ് ഒരു ലേലം വിളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതം പറഞ്ഞതുപോലെ ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞത് മാർച്ചിലും കളി നടക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും ഇനിയുള്ള നടപടികൾ, ഇനി ഏത് രൂപത്തിലാണ് പുതിയ അഭ്യാസവുമായി വരിക? എന്തായാലും മന്ത്രി അബ്ദുറഹ്മാൻ ഇതിൽ നിന്ന് പിന്മാറില്ല എന്ന കാര്യം ഉറപ്പാണ്. കാരണം ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കാര്യത്തിൽ ഏത് രൂപത്തിലായിരിക്കും മന്ത്രി അബ്ദുറഹ്മാന്റെ അഭ്യാസം എന്ന് നമുക്ക് കണ്ടറിയാം. പക്ഷെ വേറൊരു കാര്യം കൂടെ ഉണ്ട്, വന്നില്ലെങ്കിൽ മെസ്സിക്കാണ് നഷ്ടം. മെസ്സിക്കാണ് നഷ്ടം. മെസ്സി പിന്നെ ഏതെങ്കിലും കളിക്കണം വേണ്ടിയെന്ന് ആരാ തീരുമാനിക്കുക?